ഹലോ, എല്ലാവർക്കും ഫ്രെയിം ഫോക്കസ് എൻ്റർടൈൻമെൻറ്റ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ബോക്സ് ഓഫീസിൽ ഗംഭീര പ്രകടനവുമായി പ്രണവ് മോഹൻലാൽ ചിത്രം മികച്ച അഭിപ്രായം നേടി. മികച്ച അഭിനയവും മികച്ച ഡയറക്ഷനും എല്ലാം ഒന്നിനൊന്നും മെച്ചമായി നേടിയിരിക്കുന്നത് ആദ്യ ദിനം 11 കോടിയോളം. ഡിയസ് ഇറ എന്ന പ്രണവ് അഭിനയിച്ച ഈ സിനിമ കേരളത്തിലെ മികച്ച മൂന്നാമത്തെ ആദ്യ ദിന കളക്ഷനാണ്. വെറും 5 ചിത്രങ്ങളിൽ 4 മികച്ച വിജയങ്ങൾ നേടിയ താരമാണ് പ്രണവ്. ആദ്യ ദിനം തന്നെ മൗത്ത് പബ്ലിസിറ്റിയുടെ മികച്ച അഭിപ്രായം നേടിയിരിക്കുന്നു. രണ്ടാം ദിനവും 10 കോടിയിൽ കൂടുതലും, മൂന്നാം ദിവസം 11 കോടിയോളം നേടിക്കൊണ്ട് 35 കോടിക്കടുത്താണ് ഈ സിനിമ ഇപ്പോൾ വിജയം കൈവരിച്ചിരിക്കുന്നത്. ടിക്കറ്റ് പ്ലാറ്റ്ഫോമുകളിൽ മികച്ച ബുക്കിംഗ് നേടിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ സദാശിവൻ്റെ ഈ സിനിമ. 100 കോടി കടക്കുമെന്ന് നിസ്സംശയം പറയാം. ഭൂതകാലം, ഭ്രമയുഗം എന്ന സിനിമകളെല്ലാം പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ച സിനിമയാണ്. പുനർജനി എന്ന സിനിമയിൽ അഭിനയിച്ച് സംസ്ഥാന അവാർഡ് നേടി പിന്നീട് ഒന്നാമനിൽ മോഹൻലാലിൻ്റെ ബാലതാരമായും അഭിനയിച്ചിരുന്നു. ഈ 25 വർഷങ്ങളിൽ വെറും 11ഓളം സിനിമകൾ മാത്രമാണ് പ്രണവ് അഭിനയിച്ചത്. ഇനിയും സിനിമയിൽ സജീവമായി ഉണ്ടാകുമോ എന്നൊന്നും അറിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതാണ്. സിനിമ അല്ല അദ്ദേഹത്തിൻ്റെ ഹോബി. എന്തായാലും ഇനിയും പ്രണവിന് ഒത്തിരി സിനിമകൾ ലഭിക്കട്ടെ, അഭിനയിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.